ആന്റണി പക എന്ന് കേട്ടിട്ടുണ്ടോ? മകൻ അനിൽ ആന്റണി BJP ദേശീയ സെക്രട്ടറിയായി താമരയും കയ്യിൽ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലും ആ പക കേരളം അങ്ങനെ അനുഭവിച്ചറിഞ്ഞില്ല. ആ കുടുംബം അത് കണ്ടില്ല. പണ്ട് 2004 ന്യൂനപക്ഷ പ്രീണനമെന്ന ഒരു വാക്ക് ഉരിയാടിയതിൻ്റെ പേരിൽ AK ആന്റണി എന്ന പ്രതാപിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും വലിച്ചിറക്കി താറടിച്ച് സംസ്ഥാനം കടത്തിയതിന് ഉത്തരവാദികൾ ഇതേ ലീഗ് തന്നെയാണ്. ആ ലീഗ് കടന്നിപ്പോൾ ഇണ്ണ വരിച്ച് സതീശനെ മുഖ്യമന്ത്രി പദത്തിലേറ്റാൻ കിണഞ്ഞ് ശ്രമിച്ചു. ഒരാളെ ഇറക്കാൻ പ്രാപ്തിയുള്ള അതേ മുസ്ലിം ലീഗ് ഇനി സ്വന്തം ക്രെഡിറ്റിൽ ഒരാളെ മുഖ്യമന്ത്രി ആക്കണ്ട എന്ന് സാക്ഷാൽ AK ആന്റണി അങ്ങ് തീരുമാനിച്ചു. പഴയ അപമാനപ്പക എങ്ങനെയെങ്കിലും തിരികെ പലിശ സഹിതം വീട്ടണമല്ലോ എന്ന് ഒരു തോന്നൽ. അങ്ങനെ സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തോടുള്ള ആഗ്രഹത്തിൽ ലീഗ് ഏറെ തെറികേട്ടു കേരളത്തിലുടനീളം. ഒടുവിൽ ലീഗ് കാര്യം നടക്കാതായപ്പോൾ സതീശനോട് തോൽവി സമ്മതിച്ചു. നമ്മളെ കൊണ്ട് മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ലീഗിൻ്റെ പൊളിറ്റിക്കൽ മാസ്റ്റർ മൈൻഡ് എന്ന ആ മുഖംമൂടി AK ആന്റണി എന്ന കിങ് മേക്കർ അഴിച്ചു വയ്പ്പിച്ചു. എന്നിട്ട് AK പണി തുടങ്ങി. പിന്നെ കേരളം കണ്ടത് സതീശൻ മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ മിസിസ് ഗാന്ധിയുടെ ആ ഉറച്ച തീരുമാനമായിരുന്നു എന്നായിരുന്നു. അങ്ങനെ സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ വാക്കുമാറ്റി സതീശനെ മുഖ്യമന്ത്രി കസേര ഇട്ടു നൽകി. സോണിയുടെ അവസാന നിമിഷത്തിൽ തീരുമാനത്തെ സ്വാധീനിച്ചത് കേരളത്തിലെ സോണിയുടെ വിശ്വസ്തൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതേ കിങ് മേക്കർ AK ആന്റണി. ആ ഒരാൾ മാത്രമാണ്. കടൽ കിഴവനായെന്ന് മുദ്രകുത്തി തഴഞ്ഞവർക്ക് മുന്നിൽ കേരളത്തിലെ ഡിസിഷൻ മേക്കറായ AK ആന്റണിയാണ് ലീഗിൻ്റെ 5ാം മന്ത്രിപ്പട്ടത്തിന് 5ാം മന്ത്രി എന്ന ആവശ്യത്തിന് പോലും ഇതാ ചിറകരിഞ്ഞ് മാറ്റിയിട്ടേക്കുന്നത്. ഒടുവിൽ KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പിന്നെ മുഖ്യമന്ത്രി ആരും തീരുമാനം ഇതെല്ലാം കണ്ട് വൈകിപ്പിച്ച ആ ജനത്തിൻ്റെ മൊക്കപ്പഴി പക മൊത്തം ലീഗിൻ്റെ മണ്ടയ്ക്കായി. ആന്റണിയാകട്ടെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ആരാധ്യ പുരുഷനുമായി. അതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി. കേരളത്തിൽ 3 BJP MLAമാർ ചെറു ക്രിയാത്മക പ്രതിപക്ഷമാകുകയാണെങ്കിൽ അവരെ നേരിടാനുള്ള ചാണക്യ തന്ത്രങ്ങളും ഇനി വരിക AK ആന്റണിയുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാകും. വോട്ടിംഗ് ഫലം വന്ന് 10 ദിവസത്തിന് ശേഷം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായി VD സതീശനെ നിശ്ചയിച്ചതിന് പിന്നിൽ മുതിർന്ന നേതാവായ AK ആന്റണിയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ വലിയ പങ്കുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾ വിട്ടുവീഴ്ചയില്ലാതെ നിലയുറപ്പിച്ചതോടെ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ സോണിയാഗാന്ധി തൻ്റെ ഏറ്റവും വിശ്വസ്തനായ പഴയ സഹപ്രവർത്തനം തന്നെയാണ് ആശ്രയിച്ചതും. 2004 അങ്ങ് കേന്ദ്രത്തിൽ UPA സഖ്യം രൂപീകരിക്കുന്നതിൽ അതിനിർണായക പങ്കുവഹിച്ച ആന്റണിയുടെ വാക്കുകൾ ഹൈക്കമാൻഡ് മുഖവിലക്കെടുത്തു. അങ്ങനെയാണ് സതീശൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായത്. ആന്റണിക്ക് പക്ഷേ അത് 2004 തന്നോടുള്ള ആ കേരളത്തിൽ ലീഗിൻ്റെ ചതിക്കുള്ള പകപോക്കിൽ കൂടിയായി. KCയെ മുഖ്യമന്ത്രിയാക്കുന്നതിലെ സാങ്കേതിക പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ആന്റണിയാണ് സോണിയെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനിലേക്ക് തൻ്റെ ഓപ്ഷൻ തിരിച്ചു വെച്ചത്. വേണുഗോപാൽ നിലവിൽ പാർലമെൻറ്റ് അംഗമാണെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നേടാൻ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നും ആന്റണി ചൂണ്ടിക്കാട്ടി. ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പ്രവചനാതീതമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു അനാവശ്യമായ രാഷ്ട്രീയ പരീക്ഷണമായി മാറും. അതിന് ഇടം കൊടുക്കരുതെന്നാണ് ആന്റണി സോണിയെ ഉപദേശിച്ചത്. കൂടാതെ ജനങ്ങൾ VD സതീശന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് VDയോട് താല്പര്യമുണ്ട്. അതാണ് ആന്റണിയുടെ അവസാനത്തെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് സോണിയാഗാന്ധി അന്തിമ തീരുമാനമെടുക്കാൻ ഏറ്റവും വിശ്വാസമർപ്പിച്ച റിപ്പോർട്ട്. AKയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലുമായി സംസാരിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ തുടരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള വഴി അങ്ങനെ തെളിഞ്ഞു. 3 തവണ കേരള മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ് ഡൽഹിയിലെ ആശയക്കുഴപ്പം അവസാനിപ്പിക്കാനുള്ള ആ അവസാന ചരട് നീക്കം. ഇതോടെ കേരളത്തിലെ ആശയക്കുഴപ്പവും മാറിക്കഴിഞ്ഞു. ലീഗിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. അങ്ങനെ സതീശൻ സർക്കാരിന് മുന്നിൽ കിങ് മേക്കറായി സാക്ഷാൽ KC വേണുഗോപാലിന് ആന്റണി ആയതുകൊണ്ട് ഒന്നും പറയാത്ത അവസ്ഥയുമായി. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ആ അപ്രമാദിത്യം അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെങ്കിലും ഒന്ന് തകർത്ത് തച്ചുടയ്ക്കാൻ AK ആന്റണി എന്ന കിങ് മേക്കർക്ക് മാത്രമാണ് സാധിച്ചത്. അങ്ങനെ സാധിച്ചത് കൊണ്ടാണ്
എല്ലാവരും ജനത മൊത്തം പറയുന്നത്, രാഷ്ട്രീയം മൊത്തം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദ ഫലമായാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതെന്നാണ്. പക്ഷേ അതല്ല. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദ ഫലം ആദ്യം നന്നായി ഒരു സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല. അങ്ങനെ ലീഗ് അത് വച്ച് അവസാനിപ്പിച്ചു. പിന്നീട് AK ആൻ്റണി എന്ന അതികായനാണ് തൻ്റെ കൃത്യമായ ചാണക്യതന്ത്രങ്ങളിലൂടെ സോണിയാഗാന്ധിക്ക് ആ അവസാനത്തെ നിമിഷത്തെ ഉപദേശം നൽകിയതും. അങ്ങനെ സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെ തള്ളി വി ഡി സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തീരുമാനമെടുത്തതും. അപ്പോൾ പുറത്ത് പറയുന്നത് പോലെ അല്ല, ലീഗ് സമ്മർദ്ദം ചെലുത്തി എന്നത് സത്യമാണ്. പക്ഷേ ലീഗ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പരാജയപ്പെട്ടു. അവിടേക്ക് വി ഡി സതീശന് രക്ഷകനായി എത്തിയത് മറ്റാരുമല്ല, AK ആൻ്റണി തന്നെയാണ്. ആൻ്റണിക്ക് മുസ്ലിം ലീഗിനോടുള്ള പഴയ 2004 പക, ആ പക വീട്ടാനുള്ള ഒരു സുവർണ അവസരമാണ് AK ആൻ്റണി ഈ വിഷയത്തിൽ ഉപയോഗിച്ചത്.